അങ്ങനെ രണ്ടു ജീവനുകൾ അവിടെ അവസാനിച്ചു. വർഷങ്ങൾ കടന്നുപോയി. കാലം തിരിഞ്ഞു. ആ രണ്ടാത്മാക്കളും വീണ്ടും ജനിച്ചു. ഇത്തവണ ചോള രാജാവിൻ്റെ മക്കളായി ജനിച്ചു ഇവർ. പക്ഷേ ജനിച്ച നാൾ മുതൽ അവർ സാധാരണ കുട്ടികളായിരുന്നില്ല. പകൽ സമയത്ത് സാധാരണ കുട്ടികളെ പോലെ കളിച്ചു നടക്കും. രാത്രിയായാൽ അവരുടെ കണ്ണുകൾ ചുവക്കും. അവർ കൊട്ടാരത്തിലെ ആടുകളെയും കുതിരകളെയും വരെ കീറി തിന്നാൻ തുടങ്ങും. കാവൽക്കാരെയും അവർ ഉപദ്രവിക്കും. ഇതു കണ്ടുനിന്ന രാജാവ് ഭയന്നു. ഇവർ മനുഷ്യരല്ല എന്ന് മനസ്സിലാക്കി. അവരെ കാട്ടിൽ ഉപേക്ഷിക്കാൻ ഉത്തരവിട്ടു. അങ്ങനെ അവർ കാട്ടിൽ വളർന്നു. സഹോദരൻ നീലനും സഹോദരി നീലിയും. കാലം കടന്നുപോയി. ഇരുവരും കാട്ടിലൂടെ സഞ്ചരിക്കുന്നവരെ ആക്രമിച്ച് ഭീതി പടർത്താൻ തുടങ്ങി. ഒരിക്കൽ നീലൻ ഒരു പൂജാരിയെ കണ്ടു. പൂജാരിയുടെ അടുത്തേക്ക് അവൻ പതുക്കെ നടന്നു തുടങ്ങി. ഇത് കണ്ട പൂജാരി ശിവനോട് പ്രാർത്ഥിച്ചു. ശിവൻ കുണ്ടോദരനെ വിട്ടു. കുണ്ടോദരനോ നീലന്റെ തല വെട്ടിമാറ്റി. അതോടെ കഴിഞ്ഞു നീലന്റെ കഥ. ഇതു കണ്ട നീലി വിഷമത്തോടെ പൊട്ടിക്കരഞ്ഞു. പിന്നീട് അവൾ പ്രതികാരദാഹിയായി.